എൻ്റെ പേര് ഷീജ. ഞാൻ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിന്ന് വരുന്നു. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടിയും ചക്കക്കുരും വെച്ചിട്ടുള്ള പ്രഥമനാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: വാഴപ്പിണ്ടി, ശർക്കരപ്പാനി, ചക്കക്കുരു വേവിച്ചുടച്ചെടുത്തത്, തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ഏലക്കായ പൊടിച്ചത്, ഗീ, പിന്നെ ചുക്ക് പൊടി, പിന്നെ തേങ്ങയുടെ 1-ാം പാൽ, 2-ാം പാൽ. ഒരു പാൻ അടുപ്പിൽ വെക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം തേങ്ങാക്കൊത്തിട്ട് വറുത്ത് കോരുക. ഇനി ഇതൊന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അണ്ടിപ്പരിപ്പ് വറുത്ത് വരാം. അണ്ടിപ്പരിപ്പ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുക. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ചുകൂടി നെയ്യൊഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടി ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. വാഴപ്പിണ്ടി ഈ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ അടയുടെ ഒരു ടേസ്റ്റ് വരും. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. ഒന്ന് നല്ലോണം വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കിനി നമ്മൾ നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ച ചക്കക്കുരു ചേർക്കുക. ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. മധുരത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വരട്ടിയെടുക്കുക. വെള്ളം വരട്ടിയെടുക്കുക. നമുക്കിനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം, തേങ്ങയുടെ. ഇനി ഈ 2-ാം പാലിൽ കിടന്നിട്ട് ഒന്നും കൂടി നല്ലവണ്ണം കുറുകി വരട്ടെ. ഏകദേശം കുറുകി വരുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും വരുന്നു. എന്തായി? വാഴപ്പിണ്ടി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. വാഴപ്പിണ്ടി ചക്കക്കുരു ചേച്ചി ഇത്തവണ എല്ലാരും ചക്കക്കുരു അതാണ് ചക്കക്കുരു. വാഴപ്പിണ്ടി ഓർക്കുന്നില്ലേ? രണ്ടാമത്തെ അത് കുറച്ച് ലൂസായിരുന്നു അല്ലേ? ഇപ്പൊ ടൈറ്റായി വരും. ഞാൻ 1-ാം പാലും കുറച്ചുകൂടി ലൂസ് ആവോ? എങ്ങനെയാണ് നോക്കാം. ഒന്നും കൂടി വരട്ടി 2-ാം പാലിൽ ഒന്നും കൂടി കുറുകി വരണം. കുറച്ച് സമയം കൂടി എടുക്കണം. നമ്മുടെ പായസം ഇപ്പം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ചെറിയ തീയിലിട്ടിട്ടൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നമ്മുടെ പായസം ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റിവെച്ച 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ചുക്ക് പൊടി, ഏലക്കാപ്പൊടി, കുറച്ച് 1-ാം പാലിൽ ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഏകദേശം റെഡിയായി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ചേർത്ത് വാങ്ങി വെക്കാം.